നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. മിക്കവരും നിങ്ങളുടെ മനസ്സിലുള്ള മിക്ക ആളുകളും എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ പ്രശ്നങ്ങൾ അവരവരിൽ തന്നെ ഒതുക്കി നിർത്താനാണ് നോക്കുക. മറ്റുള്ളവരോടത് പറയാറില്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവരെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചിലർ പറയുന്നത് കേൾക്കുന്നുണ്ട്, എന്നോടൊന്നും പറയാറില്ല, എനിക്കൊന്നും അറിയില്ല എന്താ നടക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്, എന്താണ് പേഴ്സൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ ആ പേഴ്സൻ്റെ മാനസിക അവസ്ഥയാണ് ഇപ്പോൾ ഈ വെച്ചേക്കുന്ന കാർഡ്സ്. എന്തവസ്ഥയിലാണ് മനസ്സ്, അതാണ് നോക്കുന്നത്. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ കാർഡുകളാണിത്. നിങ്ങൾക്ക് ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നോക്കുക അവരുടെ മാനസികമായ അവസ്ഥ ഇപ്പം എന്താണ്, പിന്നെ അവരുടെ ഫിനാൻഷ്യൽ അവസ്ഥ എന്താണ്, അവരുടെ ഒഫീഷ്യൽ അവസ്ഥ എന്താണ്, പിന്നെ അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള അവസ്ഥ എന്താണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നതാണ് അവരുടെ അവസ്ഥ കേട്ടോ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ കാർഡ് സെലക്ട് ചെയ്ത് വെക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. 1, 2, 3. ഓക്കെ, അപ്പോൾ കാർഡുകൾ സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർഡ്സ് മാറ്റി വയ്ക്കാം. ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അവരുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണിത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഓറക്കിൾ മെസ്സേജ് ഭൗതികവും സ്പിരിച്വലുമായ രണ്ട് തരം ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഭൗതികമായ ഓറക്കിൾ മെസ്സേജാണ്. അപ്പോൾ ഭൗതികമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പം എന്താണ് അറിയേണ്ടത്, അതാണ് നമ്മൾ നോക്കുന്നത്. തിരിഞ്ഞത് കുഴപ്പമില്ല, നമുക്ക് അത് തിരിച്ചു വെച്ച് നോക്കാം. ഇവിടെ ഒരു വെഡ്ഡിങ്, കല്യാണത്തിൻ്റെ കാര്യം കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വിവാഹമായിരിക്കാം. ഇപ്പം നിങ്ങൾ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, എന്താണ് ഈ വിവാഹം നടക്കുമോ നിങ്ങൾ തമ്മിലുള്ള, അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാവാം. പിന്നെ ഉള്ളത് പ്രീസ്റ്റ്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പള്ളിയിലച്ഛൻ. ഈ രണ്ട് പേര്, അപ്പോൾ ഇവർക്ക് എന്തോ ഒരു ബന്ധമുണ്ട്. നിങ്ങളുടെ വിവാഹം ചിലപ്പോൾ റിലീജിയസ് പരമായിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു വിവാഹത്തിൽ അറ്റൻഡ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആരുടെയെങ്കിലും വിവാഹത്തിൻ്റെ തിരക്കിലായിരിക്കാം. വിവാഹം സംബന്ധിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. രണ്ടാമത്തത് ഒരു പള്ളിയിൽ അച്ഛനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെയും സംബന്ധിച്ചിട്ടുള്ള എന്തോ ഒരു കണക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടുമാണ് ഭൗതികമായിട്ട് കാണിക്കുന്നത്. സ്പിരിച്വലായിട്ട് എന്താണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. പണിയൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അവരെന്തോ വീട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ വേറെ പണിയാണെന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പണി സ്ഥലത്തൊക്കെ ഉണ്ടാവും. എപ്പോഴും ശബ്ദം എല്ലാം ജീവൻ അവിടെ കണക്ട് ചെയ്തോ. നിശബ്ദമാണെങ്കിൽ അവിടെ ജീവനില്ലാത്ത പോലെ എനിക്ക് തോന്നാറ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്താണ് സ്പിരിച്വൽ ആയിട്ടുള്ള യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് സെൽഫ് കെയർ ചെയ്യണം, ടേക്ക് എ ബ്രേക്ക്. അപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷനെ ഓർത്തിട്ട് നിങ്ങൾ ഒരു കാര്യത്തിലും ഇപ്പം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. ആകെ കൂടെ നിങ്ങൾ വെപ്രാളത്തിലായിരിക്കും.
ആരോടും സംസാരിക്കുന്നില്ല, ആരോടും ഒരു സന്തോഷകരമായ ഒരു സിറ്റുവേഷനിലല്ല നിങ്ങൾ. അപ്പോൾ നിങ്ങൾ സ്വന്തം കാര്യങ്ങളും മറക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നില്ല, ഉറക്കമില്ല, ആകെ ടെൻഷനിലായിരിക്കാനും വഴിയുണ്ട്. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും വേണം, നിങ്ങൾ തന്നെ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളായിരിക്കാം ഇതെല്ലാം, അറിയില്ല. എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് നോക്കാം. പേജ് ഓഫ് സ്വേർഡ്സ്. ഈ പേഴ്സൺ എന്തോ കാര്യം കണ്ടുപിടിക്കാനായിട്ടിരിക്കുകയാണ്. എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ അറിയാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തകളാണ് ഈ പേഴ്സൻ്റെ മനസ്സ് മുഴുവനും. പേജ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൈ ആണ്, പേജസ് ആണ്. പണ്ട് കാലത്ത് രാജാക്കന്മാർ ഈ വളരെ ഇന്നസെൻ്റ് ആയിട്ട് തോന്നുന്ന പിള്ളേരാണ് ഈ പേജസ് എന്ന് പറഞ്ഞാൽ. മെസ്സഞ്ചേഴ്സ് ആയിട്ട് പോവും, ഇവർ സ്പൈസ് ആയിട്ട് പോവും, മനസ്സിലായി? ഇവരാണ് കാര്യങ്ങൾ അറിയുന്നത്. നമ്മളുടെ നളദമയന്തി കഥയിൽ ആരേനുമില്ല, അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പേജസ് ആണ് ചെയ്യുന്നത്. ഗേൾ ഫ്രണ്ട്, രാജാവിനൊരു ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവർക്ക് കൊണ്ട് കത്തുകൾ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ചിന്ത ഈ പേജിൻ്റെ മനസ്സിലുണ്ട്, അത് പുറത്ത് പറയാൻ പറ്റുന്നില്ല. അത് ഇനീഷ്യൽ സ്റ്റേജാണ്, ചിലപ്പോൾ ഒരു ഡൗട്ടായിരിക്കാം, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന്. ആ ചിന്തയെ ഇഗ്നോർ ചെയ്തിട്ട് അതിലേക്ക് നോക്കാതെ, അപ്പോൾ അത് ആ ചിന്ത ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സണ് അത് ചിന്തയിലൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്, അതൊരു കൂടുതൽ ഡീറ്റെയിൽസ് വേണം പേഴ്സണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അക്വേറിയസ്, ലീബ്ര, ജെമിനി. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. കുറേ കാഴ്ച തിരിഞ്ഞു, കുറേ കാഴ്ച മറിഞ്ഞു, അങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് നേരെയാക്കി നോക്കാം. ഭവാനി, അപ്പോൾ എന്താണ് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ? പേജ് ഓഫ് സ്വേർഡ്സിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണ്? ക്ലാരിഫൈ ചെയ്യുന്നത് മൂൺ കാർഡും എന്തോ സീക്രട്സ് ആണ്, മൂൺ കാർഡ്സും. പക്ഷേ ഈ സീക്രട്സ് ഈ പേഴ്സൺ അറിയണമെന്നുണ്ട്. ആ പേഴ്സൺ ഈ ഒരു സീക്രട്ട് കൊണ്ട് മനസ്സിലൊരു സമാധാനമില്ലാത്ത എനർജിയാണ്. അപ്പോൾ ഒരു പേജിൻ്റെ സ്റ്റേജിൽ, പേജ് എന്ന് പറഞ്ഞാൽ തുടക്കമാണ്, പിന്നെ അത് നൈറ്റ് ഓഫ് സ്വേർഡ്സിലേക്കാണ് പോകുന്നത്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ആക്ഷനാണ്. അപ്പോൾ ഇത് ആക്ഷൻ എടുക്കണമെങ്കിൽ ഈ സീക്രട്ടായ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയണം എന്താണ് നടക്കുന്നത്, എന്നാലേ അവിടെ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങളുടെ പേഴ്സണ് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ ആണ്, വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇവിടെ മൂൺ കാർഡാണ്. ഒരു വഴിയും കാണാൻ പറ്റുന്നില്ല, വളരെ എന്താ പറയുക, ശോകമാണ്. ചന്ദ്രൻ ചിലപ്പോൾ നമ്മൾക്ക് ഗേൾ ഫ്രണ്ടുമായിട്ട് അകന്നിരിക്കുക, ബോയ് ഫ്രണ്ടായിട്ട് അകന്നിരിക്കുമ്പോഴൊക്കെ നമുക്ക് ചന്ദ്രൻ ഭയങ്കര ഒരു ഇമോഷണൽ ചന്ദ്രനെ നമ്മൾ ഇമോഷൻസ് ആയിട്ട് ആണ് കണക്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ സീക്രട്ടീവാണ്, രാത്രിയാണ്. പിന്നെ അതുമല്ല ചന്ദ്രൻ ആണ് നമ്മളുടെ കടലിന് ടൈഡ്സ് ചേഞ്ച്, കടലിനെ ഭയങ്കരമായിട്ട്, വെള്ളത്തിനെ മൂൺ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഇമോഷണലാണ് ഈ മൂൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഇമോഷണലാണ്. ഇമോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യത്തിലിരുന്നിട്ടൊരു റിയാക്ട് ചെയ്യില്ല, വയലൻസ്, അതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലൊരു കടൽ ഇരമ്പുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ. പക്ഷെ അതങ്ങോട്ട് ആക്ഷൻ എടുക്കാനോ നിങ്ങളോട് സംസാരിക്കാനോ ആരാണ് ഉത്തരവാദി ഈ സിറ്റുവേഷന്, അവരോട് സംസാരിക്കാനുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നില്ല, എത്തിയിട്ടില്ല ഇതുവരെ. അങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഇതിനൊരു തീരുമാനം. കാരണം ഇത് ഭയങ്കര ഇമോഷണലി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനെ കുറിച്ചോ എന്തോ അറിയാനിടയായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വിവാഹം എന്താ പറയുക കൺഫേം ആയിട്ടുണ്ടാവും. നിങ്ങൾ തമ്മിൽ ജാതിയിൽ വ്യത്യാസം ഉണ്ടാവാം, അല്ലെങ്കിൽ മതത്തിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ വേറെ ആരോ ആയിട്ടുള്ളൊരു വിവാഹം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ടോ അറിയില്ല. അങ്ങനെ എന്തോ ഒരു ന്യൂസ് കിട്ടിയ പോലെ. അപ്പം നിങ്ങളായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. ചിലപ്പോൾ ഇതൊരു റൂമർ കേട്ടതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ ശരിക്കും ഈ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ പേഴ്സണോട് പറയാനുള്ള ധൈര്യവുമില്ലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പറയണ്ട, എന്തെങ്കിലും കല്യാണം നടന്നു പോട്ടെ എന്ന് വിചാരിക്കുന്നതുണ്ടാവാം, അറിയില്ല. എന്തായാലും നിങ്ങൾ പേഴ്സൺ ഭയങ്കര
ദേഷ്യത്തിലാണ് കേട്ടോ. ഇതൊരു നല്ല എനർജി ആയിരിക്കില്ല. ഭയങ്കര ദേഷ്യമാണെങ്കിൽ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം. വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുക ഒക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്. ഫിനാൻഷ്യൽ അവസ്ഥ, അപ്പം നിങ്ങളുടെ ഈ വിവാഹത്തിനെ കുറിച്ച് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റില്ല തൽക്കാലത്തേക്ക്, കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യണം നിങ്ങളോട് പറഞ്ഞപ്പോഴാണോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നേക്കുന്നത്? കാരണം നിങ്ങൾ സീക്രറ്റ്സ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒളിപ്പിക്കുന്നത് ഇതുകൊണ്ടാണോ അറിയില്ല. നമുക്ക് നോക്കാം ഈ പേഴ്സന്റെ ഫിനാൻഷ്യൽ അവസ്ഥ എന്താണ്. ഈ പേഴ്സന്റെ ഫിനാൻഷ്യൽ അവസ്ഥ എന്താണ് ഇപ്പോൾ? ഈ പേഴ്സൺ ഭയങ്കര ചിലപ്പോൾ ലാവിഷായിട്ട് പൈസ ചിലവാക്കിയിരുന്ന ഒരു എനർജി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പണനഷ്ടം ഉണ്ടായ ഒരു എനർജിയാണ്. എന്ന് വെച്ചാൽ ഈ ചിന്തിക്കാതെ പണം ചിലവാക്കിക്കുന്ന ആ ബിസിനസ് തുടങ്ങാന്ന് പറയുമ്പോൾ വേഗം ചാടിക്കയറി കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ്. അപ്പോൾ ചിന്തിക്കാതെ ചാടി ഇറങ്ങി ചെയ്യുന്നത് കൊണ്ട് തന്നെ പണനഷ്ടം ഇഷ്ടം പോലെ ഉണ്ട്. സക്സസ്ഫുൾ ആകുന്നുമില്ല. കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ വാലിഡിറ്റി, അതിലെന്തോരം നമുക്ക് പ്രോഫിറ്റ് കിട്ടും, അത് കള്ളത്തരമാണോ ഇതൊക്കെ അറിയാനുള്ള അതിനെത്രയും സാധ്യതയുണ്ട് എന്നൊന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ഇറക്കുന്നത്. വെച്ചാൽ എനിക്ക് നല്ല നിലയിൽ ജീവിക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടി ചിലവാക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭ നടപടികളുണ്ട്. റിസർച്ച് ചെയ്യുക, അതിനെക്കുറിച്ച് അറിയുന്നവരോട് ചോദിക്കുക, വെയിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തൊന്നുമില്ല. എടുത്തു ചാടി ഇൻവെസ്റ്റ് ചെയ്ത് കുറേ പണം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എനർജിയാണത്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ മനസ്സിൽ നിന്ന് ഈ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ഹോപ്പ്, ഇനി എനിക്ക് കുറേ പൈസ ഇപ്പം കിട്ടും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അത് നടക്കാതെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പേഴ്സൺ. പക്ഷേ ഒരു നിരാശയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നിരാശകരമായ സിറ്റുവേഷനിലേക്കാണ് പോകുന്നതെങ്കിലും അതെങ്ങനെയെങ്കിലും പിടിച്ച് ബാലൻസ് ചെയ്യാൻ ഈ പേഴ്സൺ നോക്കുന്നുണ്ട്. ചിലപ്പോൾ വീട്ടിൽ പൈസ ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പൈസ കൊടുത്ത് സഹായിക്കാൻ ആളുകളുള്ളതുകൊണ്ടായിരിക്കും. മനസ്സിലായി? എന്തായാലും ഇപ്പോൾ കുറച്ചൊരു പിടിച്ചാണ് ചിലവാക്കുന്നത്. ഇപ്പോൾ കുറച്ചൊരു പിശുക്ക് വന്നിട്ടുണ്ട് പേഴ്സണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഒരു ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഇപ്പോൾ തുടങ്ങിയേക്കുന്ന എന്തോ ഒരു സിറ്റുവേഷനിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നത്, അത് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതിനകത്ത് വലിയ പ്രോഫിറ്റ് ഒന്നും വരുന്നില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചിലപ്പോൾ ആ പേഴ്സൻ്റെ സൈഡ് ബിസിനസ് ആയിരിക്കാം. എല്ലാ ജോലിയുടെ കൂടെ സൈഡ് ബിസിനസ്സും എല്ലാം തുടങ്ങിയിട്ടുണ്ടാവാം. ഈ ഓഫീസിൽ ആരെങ്കിലുമൊക്കെ പറയില്ല ഇങ്ങനെ പലതരം ചെയിൻ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മിക്കവർക്കും പൈസ നഷ്ടമാകുകയാണ് ചെയ്യണത്. ചിട്ടി, ഇതൊക്കെ നമ്മൾ ആദ്യം കൂടുമ്പോൾ വിശ്വാസം, അതൊക്കെ അതിൻ്റെയൊക്കെ നിയമസാധ്യതയും വിശ്വാസം ഉള്ളവരുമായിട്ട് കൂടണം. ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ചാടിക്കറി അതിലൊക്കെ കൊടുക്കഴിഞ്ഞാൽ ആ പൈസയും കൊണ്ട് ആൾക്കാർ മുങ്ങും. അങ്ങനെയൊക്കെ കുറേ അനുഭവമുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ സ്കോർപിയോ, സാജിറ്റേറിയസ്, അക്വാരിയസ്, പിന്നെ ടോറസ് ലീബ്രയാണ് കാണിക്കുന്നത്. ഇനി ഒഫീഷ്യൽ അവസ്ഥ എന്താണ് ഈ പേഴ്സൻ്റെ? ജോലിയിൽ എന്താണ്, കരിയറിൽ എന്താണ് നടക്കുന്നത് ഈ പേഴ്സൻ്റെ? ഈ പേഴ്സൺ പലരിൽ നിന്നും, ഓഫീസിൻ്റെ ആളുകളിൽ നിന്ന്, ചിലപ്പോൾ ഓഫീസിൽ ലോണൊക്കെ കൊടുക്കുമായിരിക്കും, അതൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊളീഗ്സിൻ്റെ അടുത്തു നിന്നും എല്ലാവരുടെ അടുത്തു നിന്നും പൈസ മേടിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. കാരണം ഈ പേഴ്സൻ്റെ വരുമാനത്തിൽ നിൽക്കുന്നില്ല ആ പേഴ്സൻ്റെ ചിലവുകൾ. അപ്പോൾ വരുമാനത്തിൽ കവിഞ്ഞ ചിലവ് ചെയ്തിരുന്ന ഒരാളാണ്. അതിൽ ബാലൻസ് കൊണ്ടുവരാൻ ഇപ്പോൾ ഈ പേഴ്സൺ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ കുറച്ച് പിടിച്ച് ചിലവാക്കുന്നുണ്ട്. ഫ്യൂച്ചർ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഈ പേഴ്സൺ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ കടം മേടിച്ചാൽ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായപ്പോൾ ഇപ്പോൾ ആരോടും കടം ചോദിക്കാനും പറ്റുന്നില്ല. ഇപ്പോൾ ആരും ചോദിച്ചാൽ തന്നെ കൊടുക്കുന്നുമില്ല നിങ്ങളുടെ പേഴ്സണ് കടം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ഈ പേഴ്സണ് കേട്ടോ. ഓഫീസിൽ ഭയങ്കര പ്രശ്നങ്ങളിലാണ് ഈ പേഴ്സൺ. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് വഴക്കിടുക ആൾക്കാരോട്. കാരണം ഫ്രസ്ട്രേഷനാണ്. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും പ്രശ്നമുണ്ട്. ഈ പേഴ്സൻ്റെ ജോലി, ഫിനാൻസിൽ, എല്ലാത്തിലും മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കാരണം മൾട്ടിപ്പിൾ പ്രയോറിറ്റീസാണ്, പല റെസ്പോൺസിബിലിറ്റീസ് ഈ പേഴ്സണുണ്ട്. ഫിനാൻഷ്യൽ, ചിലപ്പോൾ പലതരം ചിട്ടികളിൽ കൂടുക, പലതരം ലോൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും കൊടുത്ത് തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പൈസ ഇങ്ങോട്ട് വരുന്നത് അതനുസരിച്ച് പ്രോഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ പേഴ്സൺ തിരിച്ചു കൊടുക്കുന്നില്ല. അതിൻ്റേതായ പ്രശ്നങ്ങൾ കരിയറിലും ഉണ്ട്. അപ്പോൾ കരിയറിൽ ആൾക്കാർ അധികം പ്രൊമോഷനൊന്നും കമ്പനി കൊടുക്കുന്നില്ല. ഈ പേഴ്സൺ ഇപ്പോൾ സ്വഭാവം ഭയങ്കര ദേഷ്യത്തിലാണ്. മൊത്തത്തിലൊരു ദേഷ്യം എനർജിയാണ് ഇവിടെ വരുന്നത് ഈ പേഴ്സണ്. ഇവിടെ അക്വാരിയസ്, ഏരീസ് ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം പേഴ്സണൽ, ഇപ്പോൾ ബന്ധുക്കളായിട്ടും എല്ലാം എന്താണ് ഈ പേഴ്സൻ്റെ
ഇത്. ബന്ധുക്കളോടൊന്നും ഇപ്പോൾ അധികം സംസാരിക്കാനില്ല. ബന്ധുക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ഭയങ്കര സ്ട്രെസ്സാണ്. അത് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടിട്ടുള്ള ഒരു സ്ട്രെസ്സാണ്. ഇവിടെ ഒരു ലവേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബന്ധുക്കളായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ്, പക്ഷെ അതിപ്പോൾ ഭയങ്കര പ്രശ്നം. അപ്പോൾ തിരിച്ച് നല്ല ബന്ധത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബന്ധുക്കളായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു ഈ പേഴ്സൻ്റെ. പക്ഷെ ഈ പേഴ്സൺ കുറേ നാൾ ആൾക്കാരോടൊന്നും അധികം സംസാരിക്കാതെ അവരോടൊന്നും കാര്യങ്ങൾ തുറന്ന് പറയാതെയൊക്കെ ഇരുന്നു. ഈ പേഴ്സണെ സ്നേഹിക്കുന്ന അമ്മ അല്ല അച്ഛനും ബ്രദേഴ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ബ്രദറെ കാണിക്കുന്നുണ്ട്, അമ്മയെ കാണിക്കുന്നുണ്ട്. വളരെ സ്നേഹമയിയായ ഒരു ആണ്. പിന്നെ വേറൊരു ബ്രദറോ കസിനോ ഉള്ളത്, രണ്ടും മെയിൽ എനർജിയാണ് ഉള്ളത്, കുറച്ച് ഒരു പ്ലെയർ എനർജിയാണ്. അപ്പോൾ ആ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോയിട്ട് കുഴി ചാടിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം. ഇതൊരു പ്ലെയർ എനർജിയാണ്. പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വേറൊരു പേഴ്സണെ കാണിക്കുന്നുണ്ട്. ഇത് മെയിൽ ആവണമെന്നില്ല, ഫീമെയിലും ആവാം ഇത്. അപ്പോൾ ഒരു ലവർ കണക്ഷൻ. പക്ഷേ ഈ നിങ്ങളുടെ പേഴ്സൺ ഇത് കൺഫേം ചെയ്തിട്ടില്ല. ഇത് എന്ത് റിലേഷൻഷിപ്പ്, എന്ത് തരം റിലേഷൻഷിപ്പ്, ഒരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സണ്. മനസ്സിലായോ? ഈ പേഴ്സൻ്റെ ലൈഫിൽ 4 പേരെ കാണിക്കുന്നത്. ഒരു കിങ് ഓഫ് സ്വേർഡ്സ് ഉണ്ട്, ഒരു നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അത് നല്ല എനർജിയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഈ പേഴ്സണെ ഒന്ന് സ്റ്റഡി ആക്കാൻ ട്രൈ ചെയ്യുന്ന ഒരു എനർജി. ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്, അത് അമ്മയാവാൻ വഴിയുണ്ട്, ഇത് അച്ഛനാവാൻ വഴിയുണ്ട്. പക്ഷെ അച്ഛനുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല. വേറൊരാളെ ഇവിടെ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അത് ഒരു പ്ലെയർ എനർജിയാണ്, കുഴി ചാടിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങളുടെ ആ പേഴ്സൺ ഇപ്പം ശരിക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ ഭയങ്കരമായ ഒരു അടുപ്പമാണ് ഇവർ തമ്മിൽ. ഇത് ചിലപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ ആവാൻ വഴിയുണ്ട്. പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ബന്ധത്തിൽ. പേഴ്സൺ തന്നെ ഷുവർ അല്ല ഇത് എന്ത് റിലേഷൻഷിപ്പ് ആണെന്ന്. പക്ഷേ അവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് പെരുമാറുന്നത്. പക്ഷെ അങ്ങോട്ട് അത്രമായിട്ടുള്ള വിശ്വാസം ആയിട്ടില്ല. അപ്പോൾ ജെമിനായി ആണ് സോഡിയാക് സൈൻ അവിടെ കാണിക്കുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? നിങ്ങളോട് എന്താണ് ഫീലിങ്സ്? നിങ്ങൾ ഈ പേഴ്സണെ കാണുമ്പോൾ ഉപദേശിക്കുന്നുണ്ടോ? അതും പേഴ്സൺ മിക്കവർക്കും ഇഷ്ടപ്പെടില്ല. ഓക്കെ, നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുടെ എല്ലാ സൈഡും കണ്ടിട്ട് വേണം അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അറിയാം ഒരു സ്വഭാവമുണ്ട്. ചില ആണുങ്ങൾ അല്ലെങ്കിൽ ചില പെണ്ണുങ്ങളാണെങ്കിൽ തന്നെ ചില ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന ഇഷ്ടമാണ്, പരസ്ത്രീകളോട്. ചില പെണ്ണുങ്ങൾക്ക് പരപുരുഷന്മാരോട് സംസാരിക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ അത് അറിഞ്ഞിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് കയറിക്കഴിഞ്ഞ് പിന്നെ അവരുടെ ആ സ്വഭാവം മാറ്റാൻ വേണ്ടി നോക്കുക. അവരെ കാണുമ്പോൾ ഉപദേശിക്കുക, അവരായിട്ട് വഴക്കിടുക. അവർ വേറെ ആൾക്കാരായിട്ട് സംസാരിക്കുന്നു എന്നറിയുമ്പോൾ കൂടെ നിന്നിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവായി പോവാം നിങ്ങൾക്ക്. പക്ഷെ ചെയ്യില്ല. കൂടെ നിന്നിട്ട് അവരെ മിണ്ടാതിരിക്കുക അവരോട്. അതല്ലെങ്കിൽ അവരോട് അത് ചോദ്യം ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നതാണ് അവർക്ക് അങ്ങനെ സ്വഭാവമുണ്ടെന്ന്. അപ്പം നിങ്ങൾ ഒന്നില്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് കൂടെ നിൽക്കുക, അല്ലെങ്കിൽ വിട്ടുകളയുക. വെറുതെ അവരുടെ ജീവിതവും നിങ്ങളുടെ മനസ്സമാധാനവും നഷ്ടപ്പെടുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങളുടെ പേഴ്സണെ. എപ്പോഴും നിങ്ങൾ ഈ പേഴ്സൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യുക, ഇമെയിൽസ് ചെക്ക് ചെയ്യുക, ഈ പേഴ്സൻ്റെ ഫോണിലുള്ള നമ്പേഴ്സ് ചെക്ക് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരോട് ഈ പേഴ്സണെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ചില പെൺകുട്ടികൾ വന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ചില ആൺകുട്ടികൾ പറയാറുണ്ട് ഇങ്ങനെ, എന്നെ വിശ്വാസമില്ല, എൻ്റെ ഫ്രണ്ട്സ് പറയുന്നതാണ് വിശ്വാസം. എന്നിട്ട് ഞാൻ സത്യം പറയുമ്പോൾ അവർ കേൾക്കില്ല. എൻ്റെ ഫ്രണ്ട്സിനോട് ചെന്ന് ഡബിൾ ചെക്ക് ചെയ്യും. അപ്പോൾ അവരെന്തെങ്കിലും പറയുമ്പോൾ അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ട് പെരുമാറുന്നത് അല്ലെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ട് പെരുമാറുന്നത് മിക്കവരും വന്ന് പറയാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരാളോടൊരു കാര്യം ചോദിക്കുമ്പോൾ അത് അയാളുടെ വാക്ക്, അയാൾ എന്താണ് പറയുന്നത്, ആ വാക്കിന് ഒരു വില കൊടുക്കുക. നമ്മൾ അയാളെ വിശ്വാസമില്ലെങ്കിൽ അയാളോട് ചോദിക്കാതിരിക്കുക. മനസ്സിലായി? അല്ലാതെ അയാളോട് ചോദിച്ചു അയാളൊരു കാര്യം പറഞ്ഞ് അത് നമ്മൾ വെരിഫൈ ചെയ്ത്, ഇത് ഇൻവെസ്റ്റിഗേഷനൊന്നും റിലേഷൻഷിപ്പ് അല്ലേ, വെരിഫൈ ചെയ്യുക. അയാളുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഫാമിലിയെ വിളിച്ച് വെരിഫൈ ചെയ്യുക. അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ നെഗറ്റീവ് എഫക്ട്സ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. അത് നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാകാറില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് വഷളായി പോവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് അങ്ങനെ വല്ലതാണോ? എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ മാറണം, നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവണം എന്ന് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓറക്കിൾ മെസ്സേജിൽ ഒരു വിവാഹം കണ്ടത്, വെഡിങ് ആണ് കണ്ടോ. അപ്പോൾ പിന്നെ പോരാത്തൊരു പുരോഹിതരെ കണ്ടു. അപ്പോൾ ഇവിടെ
നിങ്ങളുടെ പേഴ്സണ് ഇവിടെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് കുറച്ച് ഡിലേ ഉണ്ടാവും, മനസ്സിലായോ? അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ ഈ വിവാഹം കൊണ്ടിട്ടുള്ള വിവാഹം നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, അല്ലെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്നത് കൊണ്ടിട്ടാണ് ഒരു ടവർ മൊമെൻറ്റ് നിങ്ങളായിട്ട് ഉണ്ടാക്കിയ ടവർ മൊമെൻറ്റ് എപ്പോഴും വഴക്കാണ്. കാരണം നിങ്ങൾക്ക് ഭയങ്കര സംശയമാണ്. ഈ പേഴ്സൺ പറയുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്, മനസ്സിലായി? അപ്പോൾ ചിലപ്പോൾ നോ കോൺടാക്റ്റിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ്. എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് പോയിട്ടില്ല. ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പാണ്. പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ കണക്ഷനും കൂടെ കാണുന്നുണ്ട്. പക്ഷെ തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാനുള്ള ഒരു ഫീലിങ്സ് ഒന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ അതാണ്. സ്കോർപ്പിയോ ഉണ്ട് ഇവിടെ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. പിന്നെയും സ്കോർപ്പിയോ ഇവിടെ സ്ട്രോങ് ആണ്. വെർഗോ ഉണ്ട്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ റീഡിങ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ റീഡിങ് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇവിടെ ജെമിനായി ഉണ്ട്, ക്യാൻസർ ഉണ്ട്, അക്വേറിയസ്, ഏരീസ് ഉണ്ട്, സാജിറ്റേറിയസ്. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. സാജിറ്റേറിയസ് സ്ട്രോങ് ആണ്. സ്കോർപ്പിയോ സ്ട്രോങ് ആണ് ഇവിടെ. പിന്നെ ടോറസ്, ലീബ്ര, ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ കണ്ടത്. ക്യാൻസർ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റീഡിങ്. ഇനി നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് ഒരു മിനിറ്റ്. കാണിക്കുന്നുണ്ട്. ഓക്കെ, പോട്ടെ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. രണ്ടാമത്തെ റീഡിങ് അത് നമ്മൾ ഓറക്കിൾ മെസ്സേജാണ് നോക്കുന്നത്. അപ്പോൾ സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജും ഭൗതികമായ ഓറക്കിൾ മെസ്സേജും നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഭൗതികമായ ഓറക്കിൾ മെസ്സേജ് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആർക്കാണ് കൂടുതൽ ഇൻഫ്ലുവൻസ്, ആരാണ് പ്രശ്നമുണ്ടാക്കുന്നത്, എന്താണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാൻ എന്തെങ്കിലും ന്യൂസ് വരുന്നുണ്ടോ, ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഗിഫ്റ്റ് വരുന്നുണ്ട്, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരുടെ അടുത്തുനിന്നോ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് പ്രതീക്ഷിക്കാം. വേറെ കാർഡ്സ് ഒന്നും വന്നില്ല. ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഓൺ ദ വേ ആയിരിക്കാം. ഒരു കൊറിയറായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് സ്വർണമോ എന്തെങ്കിലും, ഇപ്പോൾ അമ്മുമ്മയുടെ മാലയോ ഇൻഹെറിറ്റൻസ് എന്ന് പറയില്ല നമ്മൾ, അങ്ങനെ എന്തോ നിങ്ങളിൽ വന്നു ചേരാൻ പോകുന്നുണ്ട്. സ്പിരിച്വലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങളിപ്പോൾ അറിയേണ്ടത് ഭഗവാനെ? സ്പിരിച്വൽ സൈഡ് എന്താണ് നിങ്ങൾ അറിയേണ്ടത് ഭഗവാനെ? സ്പിരിച്വൽ നമ്മുടെ കർമ്മഫലം, നമ്മൾ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം, എന്താണ് നല്ലത്, ഇതൊക്കെയാണ്, എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് വരുന്നത് സ്പിരിച്വൽ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാർഡ് വന്നു കഴിഞ്ഞു. ഇനി കാർഡ്സ് വരുമോ എന്ന് നോക്കാം. ഒരു കാർഡും കൂടെ, ഒന്നല്ല, 2 കാർഡ്, 3 കാർഡ്, ഓക്കെ, 4 കാർഡ്സാണ് നിങ്ങൾക്ക് വേണ്ടി വന്നേക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ ഈഗോ ഇല്ലാതാക്കണം. ഈഗോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈഗോ ഉള്ളവർക്ക് ക്ഷമിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മറ്റേ ഇങ്ങോട്ട് വരട്ടെ, മറ്റേ ക്ഷമ ചോദിച്ചാൽ തന്നെ കണ്ടില്ലേ വന്നത് എന്ന ഒരു ഇത് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈഗോ ഇല്ലാതാക്കണം. പിന്നെ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വെക്കണം. അതുപോലെ തന്നെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട്, എല്ലാവരും നിങ്ങളെ ഉപദ്രവിക്കാൻ, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ നടക്കുകയാണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവരുത്. പിന്നെ നിങ്ങളിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ കാര്യങ്ങൾ നടക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ്. പിന്നെയുള്ളത് ഫ്ലൈയിങ് ഹനുമാൻ, ലോങ് ജേർണി.
നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ സ്പിരിച്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾ തന്നെ ഈ ഒരു യാത്രയ്ക്ക് പോകേണ്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഹനുമാന്റെ ജേർണി നമ്മൾ നോക്കുമ്പോൾ ഹനുമാൻ നിരാശനാക്കാറില്ല, അതുപോലെ ഹനുമാൻ പരാജിതനാകാറില്ല. പോകുന്ന കാര്യങ്ങൾ സാധിച്ച് ആണ് തിരിച്ചു വരിക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസിക നില എന്താണ്? ഈ പേഴ്സൺ ആരോടോ ഭയങ്കര സ്നേഹത്തിലാണ്, ഒരു മ്യൂച്വൽ ലവിലാണ്. ആ ഒരു എനർജിയാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി. ലവാണ്, സ്നേഹം, ഭയങ്കര ഹാപ്പിയാണ്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ പേഴ്സൺ. സ്നേഹം അനുഭവിക്കുന്ന ഒരു പേഴ്സണാണിത്. എന്നുവെച്ചാൽ അകമഴിഞ്ഞ് സ്നേഹം, കൂടെയുള്ള ആളെ അല്ലെങ്കിൽ ഈ പേഴ്സൺ സ്നേഹിക്കുന്ന ആളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ തിരിച്ചും ഈ പേഴ്സണ് സ്നേഹം കിട്ടുന്നുണ്ട്. അപ്പം സ്നേഹത്തിൻ്റെ തണലിൽ വളരെ സന്തോഷകരമായിട്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. മദർ ഓഫ് സ്വേർഡ്സ്. പക്ഷേ ഇതിനകത്തൊരു ഫ്യൂച്ചർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കുറവാണ്. കാരണം ഇവിടെ മദർ ഓഫ് സ്വേർഡ്സിനെ കാണിക്കുന്നുണ്ട്. മദർ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്ന ഒരു എനർജിയാണ്. ഒന്നിനെയും പേടിയില്ലാത്ത, എന്തും പച്ചയായി തുറന്ന് പറയുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ മദർ ഓഫ് സ്വേർഡ്സ് ചിലപ്പോൾ ഇതിലൊരാളുടെ അമ്മയായിരിക്കാം. ഇവിടെ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ്, വളരെ സക്സസ്ഫുൾ ആയ അല്ലെങ്കിൽ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഈ റിലേഷൻഷിപ്പിന് കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള എനർജി ആയിരിക്കാം. പേഴ്സൺ ആയിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇവിടെ ഒരു എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു ബന്ധം പോസിബിൾ ആണോ എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴത്തെ? ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. ആ പേഴ്സൻ്റെ മാനസിക നില, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ഒഫീഷ്യൽ സിറ്റുവേഷൻ, പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്താണ്, പിന്നെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചോദിക്കേണ്ടത് ഈ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ അവസ്ഥ എന്താണ് നോക്കാം. നമുക്ക് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണോ? വളരെ പ്രശസ്തമായ ഒരു ഫാമിലിയിൽ, ഇഷ്ടംപോലെ പണവുമല്ല ഒരു ഫാമിലിയിൽ പെട്ട ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല, ഇഷ്ടം പോലെ പണമുണ്ട് ഫാമിലിയിൽ കേട്ടോ. അങ്ങനത്തെ ഒരു വളരെ ധനികനായ അല്ലെങ്കിൽ വളരെ ധനികയായ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അധികം ജോലി എടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നില്ല, റെസ്റ്റിലാണ് എപ്പോഴും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കണ്ടോ. ആരെങ്കിലും പണം കൊടുത്ത് സഹായിക്കുന്നത് വെച്ചാൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ സക്സസ്ഫുൾ ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പോൾ അധികം കഷ്ടപ്പാടൊന്നും അറിയാതെ വളർന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. എന്നാലും എന്നാലും പണത്തിനോട് ഇപ്പോഴും വളരെയധികം ആർത്തിയുള്ള ഒരു എനർജിയാണ്. പണം അത്യാവശ്യമാണെന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ പണം എങ്ങനെ സമ്പാദിക്കാം എന്ന കാര്യത്തിനെ കുറിച്ചിട്ട് വളരെ കാര്യമായിട്ട് ആലോചിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ പണത്തിനെ കുറിച്ച് അത്ര വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ട് പണം എപ്പോഴും അവിടെ ഉണ്ടാവും എന്ന ഒരു കാര്യവും നാളെ പണമില്ലാത്തത് കൊണ്ട് നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യം പേഴ്സണ് വരാറില്ല. പേഴ്സൺ എന്ത് വിചാരിച്ചാലും അപ്പം സാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, അപ്പം തന്നെ നടത്താൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനാണ് ഈ പേഴ്സൻ്റെ. അപ്പോൾ ഈ പേഴ്സൺ ഇവിടെ പുതിയതായിട്ട് പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ എന്തോ ബിസിനസ്സൊക്കെ ഉള്ള ആളുകളായിരിക്കും, കാരണം എപ്പോഴും പണം വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഈ പേഴ്സൻ്റെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതൊരു തെറ്റാണ്, പണം അധികമുള്ളത്, പണം വന്നുകൊണ്ടിരിക്കുന്നത് അത് വലിയ തെറ്റാണെന്നുള്ള ഒരു ചിന്തയൊന്നും ഈ പേഴ്സൺ ഇല്ല. എൻ്റെ വീട്ടിൽ പണമുണ്ട്, എനിക്ക് ആവശ്യത്തിന് പണം ചിലവാക്കാനുണ്ട്, മറ്റുള്ളവർ ദരിദ്രരാണെങ്കിൽ അതെൻ്റെ പ്രശ്നമല്ല. അതുകൊണ്ട് പണം ഒരു നെഗറ്റീവ് ഇതായിട്ടല്ല, പോസിറ്റീവ് ഇതായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ കാണുന്നത്. കാരണം ഈ പേഴ്സണ് ദാരിദ്ര്യം അറിഞ്ഞുകൂടാത്തൊരു എനർജിയാണ്. പൈസസ് ഉണ്ട് ഇവിടെ, സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ പണം കണ്ടു വളർന്ന ഒരു സ്വർണം സ്പൂൺ വായിൽ വെച്ചിട്ട് ജനിച്ച കുട്ടി എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണക്കരണ്ടി, അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ.
ഈ പേഴ്സന്റെ ഒഫീഷ്യൽ അവസ്ഥ എന്താണ്? ഒഫീഷ്യലി ഈ പേഴ്സൺ പല ജോലികൾ ട്രൈ ചെയ്തിട്ട് അവിടെ ഒന്നും സക്സസ്ഫുൾ ആകാത്ത, കാരണം പൊതുവെ ഈഗോ ഉള്ള എനർജിയാണിത്. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ഇത്തിരി അഹങ്കാരമുള്ള എനർജിയാണ്. എന്ന് വെച്ചാൽ എല്ലാത്തിലും ഈ പേഴ്സണ് തന്നെ ജയിക്കണം, അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഏതിലാണെങ്കിലും ഈ പേഴ്സണ് തന്നെ ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കണം. ഒരു ഓഫീസിൽ ജോലി നോക്കുകയാണെങ്കിൽ തന്നെ താഴെയുള്ള പൊസിഷനിലൊന്നും ജോലി ചെയ്യില്ല, ഹയർ പൊസിഷനിൽ തന്നെ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വരെ, മനസ്സിലായി, ഇത്തിരി അഹങ്കാരമുള്ള ഒരു എനർജിയാണ്. മറ്റുള്ളവരെ പൈസ ഈ പേഴ്സന്റെ പേഴ്സണലി ഈ പേഴ്സൺ സമ്പാദിച്ച പൈസയല്ല, വീട്ടിലുള്ള പൈസയാണ്. അപ്പോൾ അത് ധൂർത്തടിക്കുന്നുണ്ട് ഈ പേഴ്സൺ. അത് തെറ്റായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഓഫീസിൽ ജോലി ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഹയർ പൊസിഷനിൽ വേണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടെ ജോലിയുള്ളവർ ചെയ്യുന്നവരെയൊക്കെ അടിച്ചമർത്തുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അതിൽ തെറ്റുകുറ്റങ്ങളൊന്നും തോന്നുന്നില്ല. മറ്റുള്ളവരുടെ പ്രവൃത്തിയിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു എനർജിയാണ്. ഈ പേഴ്സൺ അധികമായിട്ട് ജോലി ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ബിസിനസ് ആണെങ്കിൽ ഈ പേഴ്സൺ അവർ പണിയെടുപ്പിച്ച് പൈസ നേടുന്ന ഒരാളാണ്. സ്വന്തമായിട്ട് വിയർപ്പ് ഒതുക്കി പണിയെടുക്കുന്ന ഒരു എനർജി അല്ല ഈ പേഴ്സൺ എന്നാണ് പറയുന്നത്. വളരെ അന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ സ്മഗ്ലിംഗ് ഒക്കെ ഉണ്ടാവും ഇവിടെ, വേറെ എന്തൊക്കെയോ ഇല്ലീഗൽ ഡീലിങ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം അന്യായം, കേസ്, അത് ഇതൊക്കെ ഉണ്ട്. എപ്പോഴും ടെൻഷനുണ്ട് ഈ പേഴ്സണ് കേട്ടോ. അപ്പോൾ ജോലി എടുക്കാതെ എങ്ങനെ ജീവിക്കാമെന്ന കാര്യത്തിൽ PhD എടുത്തിരിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ വളരെ സക്സസ്ഫുൾ ആണെങ്കിലും പൊതു ഇതിൽ കാണിക്കാൻ പറ്റില്ല അത്രയും, കാരണം പോലീസ് കേസാവും അതുകൊണ്ട്. അപ്പോൾ വരവിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കിൽ കൂടുതൽ സമ്പാദ്യമുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, ഇൻസൾട്ട് ചെയ്യുന്നത്, മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ പിടിച്ചു പറിക്കുന്നതിലും ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു എനർജിയും കൂടിയാണത് കേട്ടോ. ഇതിൽ ഒരു തെറ്റും ഈ പേഴ്സണ് തോന്നുന്നില്ല. ഈ സ്വഭാവത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല ഈ പേഴ്സണ്. അപ്പോൾ ഓഫീഷ്യൽ ജീവിതം ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഈ പേഴ്സൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നോക്കാം നമുക്ക്. പേഴ്സൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പിലും ഈ പേഴ്സൺ അധികം കാലം നിൽക്കാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ പേഴ്സൺ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ കുറേ നാളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ നിന്ന് ഓടിപ്പോവും. അവിടെ അധികം ഇൻവെസ്റ്റ് ചെയ്യാനോ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാനോ ആഗ്രഹിക്കാത്തൊരു എനർജിയാണ് കണ്ടോ. ഇമോഷണലി അധികം ഒരു ഇമോഷണലി ഇംബാലൻസ്ഡ് ആയ ഒരു എനർജിയാണ്. കാരണം ഈ പേഴ്സണ് നമുക്ക് എക്സ്പീരിയൻസ് വരുന്നത്, നമ്മൾക്ക് കഷ്ടപ്പാടൊക്കെ വരുമ്പോഴാണ് നമ്മൾ പാഠം പഠിക്കുക. പക്ഷേ നമ്മൾ പൈസക്കാരുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന ആൾ, അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ഇടയിൽ ജീവിക്കുന്നവരാകുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് അവരുടെ പൈസക്കാരുടെ ജീവിത രീതി നമുക്കറിയില്ല, പാവപ്പെട്ടവരുടെ ജീവിത രീതി അറിയില്ല. നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, മനസ്സിലായി. നമ്മളെപ്പോഴും കാറിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ റോഡിൽ നടക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയേണ്ടി വരാറില്ല അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സൺ. അതിൽ ഹാപ്പിയാണ് ഈ പേഴ്സൺ, പ്രശ്നമൊന്നുമില്ല. പേഴ്സണൽ റിലേഷൻഷിപ്പ് എപ്പോഴും പ്രശ്നമാണ്. ഈ പേഴ്സൺ ആയിരിക്കണം എല്ലാത്തിലും ഉപരിയായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു അമ്മയുണ്ട്, അമ്മയാണ് ഈ പേഴ്സൻ്റെ സ്റ്റാർ. അതുകൊണ്ടാണ് ഇവിടെ അമ്മയെ കാണിക്കുന്നത്. അമ്മ പറയുന്ന അപ്പുറം പോവില്ല ഈ പേഴ്സൺ. അമ്മയോടാണ് അപ്പം കൂടുതൽ സ്നേഹം. അമ്മയുടെ സ്നേഹത്തിൽ വളരുന്ന ഒരു എനർജിയാണ്. അച്ഛൻ അത്ര വലിയ ആക്റ്റീവ് അല്ല റിലേഷൻഷിപ്പിൽ, മനസ്സിലായോ. അച്ഛൻ പൈസ ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്, അമ്മയാണ് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഈ പേഴ്സൺ അമ്മയുടെ കൺട്രോളിലാണെന്നാണ് പറയുന്നത്. അപ്പം ഈ കാണിക്കുന്ന ഈ 2 ഓഫ് കപ്സ് കാണിച്ചത് അമ്മയോടുള്ള സ്നേഹമാണ്. അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മകളും തമ്മിൽ ഭയങ്കര യോജിപ്പാണ്, മനസ്സിലായോ. അല്ലാതെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് അമ്മ പറയുന്ന അപ്പുറം പോകാനുള്ള, അമ്മ ഒരാളെ ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ ആ പേഴ്സൺ അപ്പം ഉപേക്ഷിക്കും. ആ കാര്യം ചെയ്യരുതെന്ന് ആ കാര്യം ചെയ്യില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സൺ. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ കാര്യം ഈ പേഴ്സൺ അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചിട്ടില്ല. ഇപ്പം അമ്മ ആക്സെപ്റ്റ് ചെയ്താലും മാത്രമേ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സക്സസ്ഫുൾ ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു വലിയ തലവേദനയാവും ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ. കാരണം ഈ പേഴ്സണ് ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. എപ്പോഴും അമ്മയായിരിക്കാം പൈസ കൊടുക്കുന്നത്, മനസ്സിലായോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ പേഴ്സൺ ഒരു ഡൗട്ട് ഉണ്ട് ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമോ എന്ന്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഈ സ്വേർഡ്സ് ആയിട്ടാണ് കാണിക്കുന്നത്, പേജ് ഓഫ് സ്വേർഡ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലൊന്നും അധികം നാൾ നിൽക്കില്ല. കാരണം ഈ പേഴ്സൻ്റെ കയ്യിലല്ല റിലേഷൻഷിപ്പ്. ഒരു പ്ലെയർ എനർജി ആയതുകൊണ്ടല്ല. അമ്മ വേണ്ട, നല്ലതല്ല, നിനക്ക് ചേരില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ശരി വേണ്ട എന്ന് അമ്മയാണ് പേഴ്സൻ്റെ മനസ്സിൽ ദൈവം, ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ഫീലിങ്സിലും ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഫീലിങ്സിൽ ഈ പേഴ്സൺ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങളെയും ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ടാവാം. മനസ്സിലായോ? ആ പേഴ്സൻ്റെ അമ്മയുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്താ പറയുക, കമ്പീറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ. അമ്മ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണോ കറി വയ്ക്കുന്നത്, എൻ്റെ അമ്മ എന്തുകൂരായിട്ട് കറി വയ്ക്കും, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്ത് അടിപൊളിയായിട്ട് കാർ ഓടിക്കും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു അച്ഛനോ അമ്മയോ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹോൾഡുള്ളൊരു പേഴ്സണാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ മറ്റുള്ളവരുടെ എല്ലാം പുച്ഛമാണ്. കഴിവില്ലാത്ത, അച്ഛനെ പോലെ പെരുമാറാൻ അറിയാത്ത ഒരാൾ, അമ്മയെ പോലെ പെരുമാറാൻ അറിയാത്ത ഒരാളോട് പേഴ്സണ് പുച്ഛമാണ്. മനസ്സിലാവുണ്ടോ? അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു മനസ്സിൽ, ഈ പേഴ്സൻ്റെ മനസ്സിൽ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ടെങ്കിലും അത് പരസ്യമായിട്ട് പറയാനോ അമ്മയോ അല്ലെങ്കിൽ അച്ഛനെയോ എതിരിടാനോ കഴിവില്ലാത്ത ഒരു എനർജിയാണിത്. അപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ്, സ്നേഹം ഇവിടെ കാണിക്കുന്നില്ല, നോസ്റ്റാൾജിയ കാണിക്കുന്നില്ല. നിങ്ങളെ മറക്കാൻ ശ്രമിക്കുകയാണ് ഈ പേഴ്സൺ കേട്ടോ. കാരണം ഈ പേഴ്സൻ്റെ അമ്മയ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അതാണ് കാര്യം. അമ്മയ്ക്കോ അച്ഛനോ ആർക്കാണെന്ന് വെച്ചാൽ. ഓക്കെ, ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് നമുക്ക് നോക്കാം. അക്വാരിയസ് ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, വെർഗോ ഉണ്ട്, പിന്നെ ക്യാൻസർ ഉണ്ട്, ലീബ്ര ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ടോറസ് ലിയോ അക്വാരിയസ് സ്കോർപ്പിയോ ഉണ്ട്, ടോറസ് ലിയോ അക്വാരിയസ് സ്കോർപ്പിയോ, പൈസീസ്, സോറി. ഓൾറൈറ്റ്, അപ്പം ഇതാണ് രണ്ടാമത്തെ റീഡിങ് കേട്ടോ. രണ്ടാമത്തെ റീഡിങ് കഴിഞ്ഞു. നമുക്കിനി മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് ഭൗതികമായ ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭൗതികമായ ഓറക്കിൾ മെസ്സേജാണിത്. എന്താണ് നിങ്ങളുടെ, ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ അത് പറയും. 2 കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്, ഇനി കാർഡ് വരുമെന്ന് നോക്കാം. പിന്നെ എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടോ നിങ്ങൾക്ക്, ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ഗിഫ്റ്റ് അയക്കുന്നുണ്ടോ, എന്തെങ്കിലും ന്യൂസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ടോ, ഇതെല്ലാം ഇതിനകത്ത് കാണിക്കും കേട്ടോ. ഇവിടെ 2 കാർഡ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇനി വരുമെന്ന് നോക്കാം. ഓക്കെ, 4 കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തത് വൈഫ്, രണ്ടാമത്തത് നമ്മളിങ്ങനെ നെടുവേർപ്പിടുന്നുണ്ട് ആരോ, ഒരമ്മയും കുഞ്ഞും ഉണ്ട് ഇവിടെ. ഒരാൾ നിന്നിട്ട് ഒരാരെയോ വെയിറ്റ് ചെയ്യണുണ്ട്, അവരെ നെടുവേർപ്പിടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കള്ളത്തരം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ 2 പേര്, തേർഡ് പാർട്ടി കണക്ഷൻ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു ഭാര്യയും കുഞ്ഞും ഉണ്ട്. അത് കൂടാതെ വേറൊരു സിംഗിൾ എനർജിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കാണിക്കുന്ന കാർഡ് ഫോൾസ്നെസ് ആണ്, കള്ളത്തരം. പിന്നെ 4ാമത്തെ കാർഡ് വന്നേക്കുന്നത് മണി, പൈസ, ഇഷ്ടം പോലെ പണം. അപ്പോൾ ഇതിൻ്റെ ഒരു കളിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ഇനി നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് വരുന്നതെന്ന് നോക്കാം. ഇത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്, നിങ്ങൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം, അതൊക്കെയാണ് നമ്മളെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം പറയാൻ പോകുന്നത്. എങ്ങനെയുള്ള മാനസികാവസ്ഥ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം, എന്ത് കാര്യത്തിൽ നമ്മൾ കൺട്രോൾ വെക്കണം, ഇതൊക്കെ നമ്മളുടെ സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജിലാണ് പറയുക. ഭഗവാനെ, ഒരു കാർഡാണ് ഇവിടെ വന്നത്.
എംബ്രേസ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ്. നിങ്ങൾക്ക് സ്പിരിച്വൽ കണക്ഷൻ വളരെ കുറവാണെന്നാണ് പറയുന്നത്. ജ്ഞാനം, തിരിച്ചറിവ് വളരെ കുറവാണ്. അപ്പോൾ അത് വളർത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നോക്കാം. 10 of Swords ആണ്. വളരെ ചതിയും വഞ്ചനയും ആയിട്ട് ജീവിച്ച ഒരു എനർജി. അവസാനം ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് വേദന, എല്ലാവരും വഞ്ചിക്കുകയാണ് പേഴ്സണ് ചെയ്ത്, പുറകിൽ നിന്ന് കുത്തുക. അപ്പോൾ ശുദ്ധഗതിയുള്ള ഒരു എനർജി ആയിരിക്കാം ഇത്. അറിഞ്ഞില്ല അവരെന്താണ് ചെയ്യുന്നതെന്ന്, മനസ്സിലായി. അപ്പോൾ പുറകിൽ നിന്ന് കുത്ത് കിട്ടിയ പോലത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ചോരയെ ഒലിപ്പിച്ച് കിടക്കുന്നത് ലിറ്ററലി ആവണം എന്നില്ല. ഈ പേഴ്സൻ്റെ ജീവിതം, മാനസികാവസ്ഥ ഇപ്പോൾ മറ്റുള്ളവരായി ദ്രോഹിക്കപ്പെട്ട് ഒരു, പക്ഷേ ഇതിൽ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ 10 of Swords എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് ഈ സിറ്റുവേഷൻ വഷളാകാനില്ല. മാക്സിമം ഇതാണ് അവസാനം. അപ്പോൾ ഒരു സിറ്റുവേഷൻ്റെ അവസാനത്തിൽ കൂടെ, വളരെ വേദനാജനകമായ ഒരു സിറ്റുവേഷൻ്റെ അവസാനത്തിൽ കൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ആ മാനസികാവസ്ഥയാണ്. ഈ പേഴ്സൺ ഇപ്പോൾ ലൈഫിൽ കൺട്രോളൊന്നുമില്ല. 3 of Cups കാണിക്കുന്നുണ്ട്. 3 of Cups എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ് പുറകിൽ നിന്ന് കുത്തുകയാണ് ചെയ്തത്. പറ്റിക്കുകയോ ചതിക്കുകയോ വഞ്ചിക്കുകയോ പൈസ അടിച്ചു മാറ്റുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അക്വയറസ്, ലീബ്ര, ജെമിനായി. ഇത് ഏറീസ് ആണ്. സ്ട്രോങ് ആയിട്ട് പേഴ്സൺ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്ത പോലെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്തതായിട്ട് കാണിക്കാം. 3 of Cups കാണിക്കുന്നുണ്ട്. 3 വരുമ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ വരാറുണ്ട് മിക്കവാറും. എന്തായാലും നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണ്? ഭഗവാനെ, ഈ പേഴ്സൺ ഇപ്പം എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു ഇതിലാണ് ഫിനാൻഷ്യൽ. അപ്പോൾ ഇനി ഈ പേഴ്സൻ്റെ കയ്യിൽ പിടിപ്പുകേട് കൊണ്ടാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയത്. കണ്ണടച്ച് മറ്റുള്ളവരെ വിശ്വസിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനോട്, ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു ഒരിടയ്ക്ക്. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക്, എനിക്ക് കൊച്ചുകുട്ടികളോട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഒരു കുട്ടി, ഞാൻ പലതും അവരിൽ നിന്ന് പഠിക്കാറുണ്ട്. വലിയവരെക്കാളും ഞാൻ കുറേ പഠിച്ചിട്ടുള്ളത് കുട്ടികളോട് ഇടപെടുമ്പോഴാണ്. കാരണം അവരുടെ ചിന്തയും അവരുടെ പെർസെപ്ഷനൊക്കെ യുണീക്കാണ്. മനസ്സിലായോ? നമ്മൾ നോക്കുന്ന പോലെ എല്ലാവരും ലോകത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഒരു കുട്ടിയോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ, 2 പേരുണ്ടായിരുന്നു. ഒരാളോട് സംസാരിച്ചപ്പോൾ 3ലും 4ലും പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ഒരുത്തനോട് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു നീ ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കുന്നു? ഞാൻ പൈസ കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് ഞാൻ ബിസിനസ് ചെയ്യുമെന്ന് പറഞ്ഞു. മറ്റവനോട് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവരെങ്ങനെ അവിടെയൊക്കെ ഞാൻ വിശ്വസിക്കും, അവരെപ്പോഴും എൻ്റെ കണ്ണുണ്ടാവും അവരില്ലെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു. കുഞ്ഞു കുട്ടികളാന്ന് ഓർക്കണം. മറ്റവനോട് ചോദിച്ചെങ്ങനെ? ഞാൻ പറഞ്ഞു, ഞാൻ ആരെയും എൻ്റെ ബിസിനസ് ഏൽപ്പിക്കില്ല. കാരണം എനിക്കാണ് എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നത്. എൻ്റെ അത്രയും കേപ്പബിൾ ആയിരിക്കില്ല ആരും, എൻ്റെ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിരിക്കില്ല ആരും, എൻ്റെ അത്രയും ആത്മാർത്ഥത എൻ്റെ ബിസിനസ്സിനോട് ആരും കാണിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനായിരിക്കും എൻ്റെ ബിസിനസ് ഡീൽ ചെയ്യുക. എന്തെങ്കിലും മീറ്റിങ്സിനൊക്കെ പോകുമ്പോൾ ഞാൻ പോകും എന്നാണ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അവൻ പറഞ്ഞത്. എന്നാൽ അവൻ കുറച്ച് ഷൈ ആയ ഒരു എനർജിയാണ്. അപ്പോൾ അതാണ് ഇവിടെ കണ്ടത്. നിങ്ങളുടെ പേഴ്സണ് ഇല്ലാത്ത ഒരു കാര്യം മറ്റുള്ളവരെ അന്ധമായിട്ട് വിശ്വസിക്കുക, അതൊരു മടിയും കൂടിയാണ്. എനിക്ക് വയ്യ അവിടെയൊക്കെ പോയിരുന്ന് മുഷിയാനായിട്ട്, ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കണ്ടത്. ഇപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ ഈ പേഴ്സണെ കുറേ പേര് പറ്റിച്ചു, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ സ്നേഹിച്ചവരും പറ്റിച്ച പോലെ ഇവിടെ ലവേഴ്സിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ലവേഴ്സ് ഇപ്പോൾ ലവർ ആവണം എന്നില്ല, വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ഹാർമോണിയസ് ആയിട്ട് ഈ പേഴ്സൺ വിശ്വസിച്ച് എൻ്റെ സോൾമേറ്റ് കണക്ഷൻസ് ആണ് എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവർ എന്ന് വിശ്വസിച്ച് ഈ പേഴ്സൺ ഏൽപ്പിച്ച പല കാര്യങ്ങളും എന്താ പറയുക പ്രോഫിറ്റ് ഇല്ലാതെ ആയി. ഈ പേഴ്സൻ്റെ പ്രശ്നമാണത്, അത് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഈ പേഴ്സൺ പിന്നെയും അവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അതാണ് കാണിക്കുന്നത്. കാരണം വിശ്വാസം ഇവിടെ ഒരു തേർഡ് പാർട്ടിയാണ്. ഈ ലവർ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി. അപ്പോൾ അവരാണ് നിങ്ങളുടെ പേഴ്സണെ പറ്റിച്ച് കാര്യങ്ങൾ നടത്തി. പ്ലെയർ എനർജിയാണ് ഈ തേർഡ് പാർട്ടിക്ക് പല കണക്ഷൻസ് ഉണ്ട് അവരുടെ ഫാമിലിയിൽ. ഇപ്പം ഒരു സിനിമയിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, ഭയങ്കര ധനികനായ ഒരാൾ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിക്കും. വളരെ പാവപ്പെട്ട പെൺകുട്ടിയാണ്, അയാളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്.
അപ്പോൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ ഫാമിലി അതുപോലെ കൂടെ വരിക. പക്ഷെ ഒരു ചേട്ടനുണ്ട്, ചേട്ടനും അല്ല ചേച്ചിയും ഭാര്യയാണ്, ചേട്ടനും ഭാര്യയാണെന്ന് അറിയില്ല. പിന്നെ ഒരു അനിയനുണ്ട്, ഒരെണ്ണത്തിന് പണിയില്ല. അമ്മായിമ്മയാണെങ്കിൽ ഭയങ്കര തല തിന്നുന്നൊരു സാധനം, അമ്മായിപ്പൻ വേറൊരു ടൈപ്പ്. അപ്പോൾ അങ്ങനെയുള്ള മൊത്തത്തിലൊരു ഫാമിലിയെ ഏറ്റെടുത്ത് ഈ പേഴ്സൺ തലവേദന അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതുപോലെയാണ് തേർഡ് പാർട്ടിയുടെ ഫാമിലി മൊത്തം ഇതിനകത്ത് ഇൻവോൾവ്. നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറേ വിശ്വസിച്ചു, തേർഡ് പാർട്ടി സോൾമേറ്റ് കണക്ഷൻ ആണ്, ഭയങ്കര സ്നേഹമാണെന്നൊക്കെ വിശ്വസിച്ച്, ആത്മാർത്ഥമായിട്ടാണ് പെരുമാറുന്നതെന്നൊക്കെ വിശ്വസിച്ച് അവരെ കുറേ പണം ഏൽപ്പിച്ചു. അവരാ പണമെല്ലാം ദൂർത്തടിച്ചു ശരിക്കും പറഞ്ഞാൽ. മനസ്സിലായി? അതാണ് ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ കാണിക്കുന്നത്. ഇനി ഒഫീഷ്യൽ അവസ്ഥ എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഓഫീസിൽ എന്താ നടക്കുന്നത്? ഇത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ തേർഡ് പാർട്ടി ആരാണോ അതാണ്. ഓക്കെ, ആ തേർഡ് പാർട്ടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ രണ്ടാമത് തുടങ്ങണം. എല്ലാം നഷ്ടപ്പെട്ടു, ഇപ്പം രണ്ടാമത് തുടങ്ങണം ഈ പേഴ്സൺ. മനസ്സിലായി? അതിനുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ പലയിടത്തുനിന്ന് ലോൺ എടുക്കാനോ പലരുമായിട്ട് സംസാരിക്കാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും ക്ലാരിറ്റി, ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല അവർ പറ്റിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെതായ ഇപ്പോഴും അവർ പറ്റിച്ചെന്നല്ല വിശ്വസിക്കുന്നത് ഈ പേഴ്സൺ. അവർ പറയുന്നത് വേറെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതൊന്നും കിട്ടിയില്ല, അവർ പറ്റിച്ചു പോയി എന്നാണ് ഇവർ പേഴ്സണോട് പറയുന്നത്. ഈ പേഴ്സൺ അത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോഴും തേർഡ് പാർട്ടി പേഴ്സണ് വിശ്വാസം ദുരുപയോഗം ചെയ്തു എന്നുള്ളൊരു ബോധം നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടില്ല എന്നാണ് പറയുന്നത് കാർഡ്സ് കാണിക്കുന്നത് കേട്ടോ. ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പോൾ ഈ പേഴ്സൺ ആ ക്ലാരിറ്റി വരണം. ഈ പേഴ്സൺ ഇതിനകത്ത് ഒട്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്തു എന്നല്ലാതെ വേറെ ഒരു കാര്യം ഈ പേഴ്സണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് എങ്ങനെയാണ് ഈ പേഴ്സൻ്റെ ഒഫീഷ്യൽ ഈ പേഴ്സൺ ഈ ബിസിനസ് എങ്ങനെയാണ് മറ്റുള്ളവരെ ഏൽപ്പിച്ചപ്പോൾ അവർ കുളമാക്കി. അപ്പോൾ ഈ ബിസിനസ്സിൽ എന്താണ് നടക്കുന്നത്, ഇതെങ്ങനെയാണ് നടത്തേണ്ടത്, ഇതിലെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതൊന്നും നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. രണ്ടാമത് കുത്തിയിരുന്ന് അതെല്ലാം പഠിക്കണം. അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്, ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ല. മനസ്സിലായോ? അപ്പോൾ രണ്ടാമത് ഈ പേഴ്സൺ പിന്നെയും ബിസിനസ് ആരംഭിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് കുറേ വർക്ക് ചെയ്യാനുണ്ട്. കാരണം ഈ പേഴ്സണാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ബിസിനസ്. അപ്പോൾ ഇതിനുള്ള ജ്ഞാനം വേണം ഈ പേഴ്സണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, ഞാനൊരു റിസ്ക് എടുക്കാൻ പോവുകയാണ്, എനിക്ക് അത്ര അറിവില്ല ബിസിനസ്സെ കുറിച്ച്, പക്ഷേ മറ്റുള്ളവരെ ഞാനിനി ഏൽപ്പിക്കുന്നില്ല ഈ കാര്യം, ഞാൻ തന്നെ ഇതിലേക്ക് പോകുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള ഡിസ്കഷൻ ഈ പേഴ്സൻ്റെ മനസ്സിൽ വരുന്നില്ല. അവർ ചതിച്ചു വഞ്ചിച്ചു എന്നുള്ളതും ഒന്നും ഈ പേഴ്സൺ ആലോചിക്കുന്നില്ല എന്നാണ് കാണുന്നത്. പേഴ്സണൽ അവസ്ഥ എന്താണ് ഈ പേഴ്സൻ്റെ? ഈ പേഴ്സണെ സഹായിക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ ഈ പേഴ്സൺ അകറ്റി നിർത്തും. കാരണം തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനെ, എനർജിയെക്കുറിച്ച്, അവരുടെ സ്വഭാവം എന്താണെന്ന കാര്യം ഈ പേഴ്സൻ്റെ അമ്മയോ അല്ലെങ്കിൽ ചേച്ചിയോ ആ പേഴ്സൻ്റെ ആരോ ഫാമിലിയിലുള്ള ആരൊക്കെയോ ക്ലോസ് ഫ്രണ്ട്സോ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കിയിട്ടും ഈ പേഴ്സൺ അത് ചെവിക്കൊണ്ടില്ല, അവരെല്ലാം ഇഗ്നോർ ചെയ്തു. അപ്പോൾ അതിനുള്ളൊരു നീരസം ഇപ്പോൾ ഈ പേഴ്സൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ കാർഡ്സ് എത്ര ഞാനത് നോക്കുന്നത് എത്ര ഇതായിട്ട് വെച്ചാലും പിന്നെയും അത് നെഗറ്റീവായിട്ട് വരുന്നുണ്ടോ? കുന്തം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ പേഴ്സണെ ശരിക്കും പറഞ്ഞാൽ ബന്ധുക്കളും എല്ലാം കൈയൊഴിഞ്ഞിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ മറ്റുള്ളവർ ഈ പേഴ്സണെ പറ്റിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ എന്നാൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുകയാണ്, റോട്ടിൽ ഭയങ്കര ബഹളമാണ്, വെടിവെപ്പ് അത് ഇതൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ ആ പരിസരത്തുള്ള കടകളിലെല്ലാം മോഷണം നടക്കും. ആൾക്കാർ കയറി ആ കടകളൊക്കെ തല്ലിപ്പൊളിച്ച് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. അതുപോലെയാണ് ഈ പേഴ്സണ് പണി കിട്ടുന്നുണ്ട്, മറ്റുള്ളവർ പണി കൊടുക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഈ പേഴ്സണിൻ്റെ ബന്ധുക്കളും അതിനിടയിൽ നിന്ന് കുറേ പറ്റിച്ചിട്ടുണ്ട് ഈ പേഴ്സണെ, നിങ്ങളുടെ പേഴ്സണെ. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോഴും ഇവരുടെ വീട്ടുകാരെയും തേർഡ് പാർട്ടിയും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ബന്ധുക്കളുടെ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് തന്നെ വിശ്വാസം ഈ പേഴ്സൺ ഉണ്ട്. അമ്മ തിരിച്ചു സ്നേഹിക്കും, അല്ലെങ്കിൽ അച്ഛൻ ചേച്ചി ആരെയാണ് ഈ പേഴ്സൺ ചെവിക്കൊള്ളാതിരുന്നത് അവരെല്ലാം തിരിച്ചു വരും, അവരുടെ സ്നേഹം തിരിച്ചു കിട്ടുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ആ പേഴ്സണ് ഈ കള്ളത്തരം നടന്നതെന്നും ആരാണ്
കള്ളത്തരം നടത്തിയത്, എവിടെ ഏത് വഴിയാണ് പൈസ പോയത്, എന്തൊക്കെ നഷ്ടപ്പെട്ടതെന്ന് ഒരു പിടുത്തവും ഈ പേഴ്സൺ എപ്പോഴും കേട്ടോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മാറണം. ഇനിയും വളരെ പ്ലാനിങ്ങോട് കൂടെ റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ പറയുന്നില്ല ഈ പേഴ്സൺ കേട്ടോ. ഇത് ഫാമിലിയെ കുറിച്ചാണ് പറയുന്നത്, ഈ പേഴ്സണിൻ്റെ ഫാമിലി. അപ്പോൾ അവരെ പറ്റിച്ചു എന്നറിയാം, പക്ഷെ ബ്ലഡ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ബ്ലഡ് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നമ്മൾ നാളെ അവരെ കാണണ്ട, പറഞ്ഞുവിടാം. ബ്ലഡ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ എന്തെങ്കിലും ഒരിക്കലും നമ്മൾ അവരുമായിട്ട് ഫേസ് എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ വെച്ചിട്ട് കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ ബന്ധുക്കളോട് നമ്മൾ ഭയങ്കരമായിട്ടുള്ള വഴക്ക് വൈരാഗ്യം ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഈ പേഴ്സൻ്റെ ഫാമിലിയിൽ ഇഷ്ടംപോലെ പേര് ഈ പേഴ്സണെ പറ്റിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പേഴ്സണ് അവരോട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല, കേസ് കൊടുക്കാൻ പറ്റില്ല. എന്നെ ഇങ്ങനെ എൻ്റെ പ്രോപ്പർട്ടി ഇങ്ങനെ പിടിച്ചെടുത്തു, അത് പറ്റില്ല. നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? അപ്പം നിങ്ങൾ ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ലാത്ത പോലെ നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ട്, നിങ്ങളുമായിട്ട് നിന്നാൽ മതിയായത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിന് സറണ്ടർ ചെയ്യാൻ പോവാണ് എന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഈ പേഴ്സണെ പറ്റിക്കാത്ത ഒരാൾ നിങ്ങൾ മാത്രമായിരിക്കും, ബാക്കി എല്ലാവരും പറ്റിച്ചു. നിങ്ങൾ ചിലപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന്. ഈ പേഴ്സൺ ചെവി കൊണ്ടില്ല. നിങ്ങൾ അവരുടെ ഫാമിലിയെയും ഫ്രണ്ട്സിനെയും തേർഡ് പാർട്ടിയെയും ഒക്കെ നിങ്ങൾക്ക് വൈരാഗ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലക്സ് ആണ്, നിങ്ങൾക്ക് ദേഷ്യമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഒരു പേഴ്സണോട് അങ്ങനെ പറഞ്ഞതെന്നൊരു തെറ്റിദ്ധാരണ ഈ പേഴ്സണുണ്ട്. പക്ഷെ ഇപ്പം തിരിച്ചറിവ് വരുമ്പോൾ എല്ലാവരും പറ്റിച്ച് കയ്യിലൊന്നുമില്ലാത്ത സിറ്റുവേഷൻ ആദ്യം തുടങ്ങണം. ഇനി ആ ഒരു സിറ്റുവേഷനിൽ പതുക്കെ നിങ്ങളോട് വഴക്കിട്ടത് ശരിയായില്ല, അതെല്ലാം ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അത് വേണ്ടായിരുന്നു എന്നൊരു സിറ്റുവേഷൻ. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു ഇമ്മച്യൂർ എനർജി ആയിരുന്നിരിക്കാം. പ്രായമുള്ള ആളാണെങ്കിലും മനസ്സുകൊണ്ട് വളരെ ശുദ്ധതയുള്ള ഒരു എനർജി ആയിരുന്നിരിക്കാം. നിങ്ങളാണ് സ്ട്രോങ് പേഴ്സണാലിറ്റി. അപ്പം നിങ്ങൾ ഈ പേഴ്സണെ എതിര് നിന്നതാണ് ഈ പേഴ്സണ് ദേഷ്യം വന്നത്. അതുകൊണ്ടാണ് ഈ സിറ്റുവേഷനിലേക്കൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളെ അങ്ങോട്ട് കംപ്ലീറ്റ് ആ ഒരു ബോധമില്ലാത്തതുകൊണ്ടാണ്. ഇമ്മച്യൂർ എനർജി ആയതുകൊണ്ട് നമ്മൾ നല്ല കാര്യം പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്തൊരു എനർജി ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ ഇപ്പോൾ ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. അപ്പം നിങ്ങളോട് ചെയ്തതൊക്കെ തെറ്റായി പോയി എന്നൊരു ചിന്ത നിങ്ങളോട് വന്നിട്ട് ഈ പേഴ്സൺ മാപ്പ് ചോദിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. കൈക്ക് പോയോ അറിയില്ല. അപ്പം എന്തായാലും ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ട്, അക്വേറിയസ് ഉണ്ട്, പൈസസ് ഉണ്ട്, ടോറസ് ലീബ്ര ഉണ്ട്, അക്വേറിയസ് ഏരീസ് പിന്നെയും കാണിക്കുന്നുണ്ട്, പിന്നെ വെർഗോ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ജെമിനായി സ്ട്രോങ് ആണ്, 2 ജെമിനായി കാർഡ്സ് ഉണ്ട്, ഏരീസ്, പിന്നെ എല്ലാം നോർമൽ സോഡിയാക് സൈൻസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് ക്ഷമയോട് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പലരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ കാരണം. നിങ്ങൾ പറഞ്ഞു കേട്ട് ഇഷ്ടംപോലെ ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. വളരെയധികം നന്ദി. ലൈക്കിനും ഷെയറിനും സബ്സ്ക്രിപ്ഷനും എല്ലാം നന്ദി കേട്ടോ. ഞാൻ ആവശ്യപ്പെടാറില്ല, കാരണം എനിക്കറിയാം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ വീഡിയോ നല്ലതാണോ എന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, വീണ്ടും കാണണമെന്ന് തോന്നുമ്പോഴാണ് നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. മറ്റുള്ളവർ കാണണമെന്നൊക്കെ തോന്നുമ്പോൾ അല്ലേ. അപ്പോൾ നിങ്ങളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു അപ്രീസിയേഷനാണ് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള. അത് വളരെ നന്ദി. പിന്നെ എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.